സഹദായുടെയും മോർ ബെഹനാൻ സഹദായുടെയും മറ്റു വിശുദ്ധന്മാരുടെയും മഹനീയമായ മധ്യസ്ഥത സർവശക്തനായ ദൈവം കരുണ ചെയ്യുന്നു. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെയും മോർ ബെഹനാൻ സഹദായുടെയും മറ്റു വിശുദ്ധന്മാരുടെയും മഹനീയമായ മധ്യസ്ഥത നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പ്രചോദനകരമായി ഭവിക്കുന്നു. കർത്താവ് യേശു മശീഹായുടെ പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദായ്ക്ക് പകരം ശിഷ്യ സമൂഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മത്യാസിനെ തിരഞ്ഞെടുക്കുന്നു. 12 അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം, ഞങ്ങളുടെ ഗുരു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു വന്ന സാക്ഷ്യം, ആ സാക്ഷ്യമാണ് ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി ഭവിച്ചത്. അതോടൊപ്പം തന്നെ 12 അപ്പോസ്തലന്മാരിൽ ഉൾപ്പെടുന്നവനല്ല എങ്കിലും ശൗൽ മാനസാന്തരപ്പെട്ട് പൗലൂസായി തീരുന്നു. പൗലൂസ് അപ്പോസ്തലൻ്റെ വിജാതീയ സമൂഹത്തിൻ്റെ മധ്യേ നിർവഹിച്ച ക്രൈസ്തവ പ്രേക്ഷിത പ്രവർത്തനം ആദിമസഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തി. നമുക്കറിയാവുന്നതുപോലെ 5-ാം നൂറ്റാണ്ട് കൽക്കദോന്യ സുനഹദോസ് വരെ അഭിവിഭക്ത സഭ എന്ന് വച്ചാൽ വിഭജിക്കപ്പെടാത്ത ഏക പാരമ്പര്യത്തിലുള്ള സഭയായി നിലകൊണ്ടു. അപ്പോസ്തോല പ്രവർത്തികൾ, വേദപുസ്തകത്തിൽ പ്രത്യേക അപ്പോസ്തോല പ്രവർത്തികൾ ആദിമസഭയുടെ വ്യാപനത്തെക്കുറിച്ച് നന്നായി പ്രതിപാദിക്കുന്നു. ധന്യനായ പൗലൂസ് അപ്പോസ്തലൻ്റെ 14 ലേഖനങ്ങൾ അപ്പോസ്തോലിക സഭയുടെ വളർച്ചയെക്കുറിച്ചും അപ്പോസ്തോലിക സഭയിൽ നിലനിന്നിരുന്ന ആരാധനാ പാരമ്പര്യം, അതോടൊപ്പം തന്നെ പൗരോഹിത്യം, ഇവയെക്കുറിച്ചൊക്കെ മനോഹരമായി പ്രതിപാദിക്കുന്നുണ്ട്. 12 അപ്പോസ്തലന്മാരും ധന്യനായ പൗലോസ്ലീഹായും അടങ്ങുന്ന ഒരപ്പോസ്തോലിക സമൂഹമാണ് ആദിമസഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായി ഭവിച്ചത്. അപ്പോസ്തോലന്മാരുടെ തൊട്ടടുത്ത ശിഷ്യന്മാർ, അവരെ നമ്മൾ അപ്പോസ്തോല പിതാക്കന്മാരെന്ന് വിളിച്ചിരുന്നു. റോമ സാമ്രാജ്യത്തിലും റോമ സാമ്രാജ്യത്തിൻ്റെ കിഴക്കുള്ള പേർഷ്യൻ സാമ്രാജ്യം, അത് ഹിന്ദുദേശമെന്ന് വേദപുസ്തകം പറയുന്ന ഭാരതം വരെ വ്യാപിച്ചിരുന്ന വളരെ വിശാലമായ ഭൂപ്രദേശമായിരുന്നു. അവിടെ വരെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അപ്പോസ്തോലന്മാരാൽ വ്യാപിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് AD 52 തന്നെ പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായാൽ സുവിശേഷം നമുക്ക് ലഭിച്ചു. ആ അപ്പോസ്തോലിക സാക്ഷ്യമാണ്, മാർത്തോമാ ശ്ലീഹായാൽ നമുക്ക് ലഭിച്ച അപ്പോസ്തോലിക സാക്ഷ്യമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ആഗമന സഭയുടെ വളർച്ച പരിശോധിക്കുമ്പോൾ റോമ സാമ്രാജ്യത്തിലെ വിവിധ പ്രവിശ്യകളിൽ അവിടെ ഉണ്ടായിരുന്ന മെത്രാപ്പൊലീത്തന്മാരെ കേന്ദ്രീകരിച്ച് പാത്രിയർക്കീറ്റുകൾ ഉത്ഭവിച്ചു. പ്രത്യേകിച്ച് റോമ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ പ്രവിശ്യയായിരുന്ന റോമിലെ ബിഷപ്പ്, സാമ്രാജ്യത്തിൻ്റെ പ്രാധാന്യത്തോടനുബന്ധിച്ച് റോമിലെ ബിഷപ്പിനും പ്രാധാന്യം വർദ്ധിച്ചു. അങ്ങനെയാണ് ഡെവലപ്മെന്റ് ഓഫ് പേപ്പസി, അല്ലെങ്കിൽ റോമ സാമ്രാജ്യത്തിലെ റോമിലെ ബിഷപ്പിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്. ആദ്യത്തെ 3 സുനഹദോസുകളിലും പ്രത്യേകിച്ച് സഭയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ വിശ്വാസ പ്രമാണങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. എന്നാൽ ഇതൊക്കെ ഓർക്കുമ്പോഴും അപ്പോസ്തോലിക സമൂഹം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മാതൃസഭയുണ്ട്. ആ മാതൃസഭ യെരൂശലേമിലെ സഭയാണ്. 3 പാരമ്പര്യങ്ങൾ, ലത്തീൻ പാരമ്പര്യം, യവന പാരമ്പര്യം, സുറിയാനി പാരമ്പര്യം, ഈ 3 പാരമ്പര്യങ്ങൾ ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ വികസിതമായ ആരാധനാ പാരമ്പര്യങ്ങളാണ്. എന്നാൽ ഈ 3 പാരമ്പര്യങ്ങളുടെയും മാതൃസഭയായി നിലകൊള്ളുന്നത് യെരൂശലേമിലെ സഭയാണ്. ആ യെരൂശലേമിലെ സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ, അതാണ് ഇന്നും മലങ്കര സഭയിൽ തുടരുന്നത്. പരിശുദ്ധനായ യാക്കോബിൻ്റെ തക്സ, കർത്താവിൻ്റെ സഹോദരനും യെരൂശലേമിലെ 1ാമത്തെ എപ്പിസ്കോപ്പായും സഹദായും ശ്ലീഹായുമായ പരിശുദ്ധനായ യാക്കോബിൻ്റെ തക്സയാണ്. അത് യവന ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ വ്യത്യസ്ത ഭാഷകളിലേക്ക് പൗരസ്ത്യ, പാശ്ചാത്യ,
സുറിയാനി ഭാഷകളിലേക്കും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിവിധ ഭാഷകളിലേക്കുമൊക്കെ യാക്കോബിൻ്റെ തക്സ വിവർത്തനം ചെയ്തിട്ടുണ്ട്. സഭയുടെ ആരാധന ക്രമീകരണത്തിൻ്റെ കേന്ദ്രമായി പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായുടെ ക്രമം നിലകൊള്ളുകയും ആ ക്രമത്തിൽ നിന്ന് വികസിച്ചെടുത്ത വിവിധ രൂപങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആരാധനാ പാരമ്പര്യത്തിൽ കാണുന്നു. നാം വായിക്കുന്ന പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയായ 5-ാം ദുപദേനിൽ ഏകദേശം 26-27 പിതാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മലങ്കര സഭയുടെ പിതാക്കന്മാരെയും അതിൽ ചേർത്ത് നാം ഓർക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ബഹുഭൂരിപക്ഷം പിതാക്കന്മാരും യെരൂശലേം കേന്ദ്രീകൃതമായ ആഗമാന സഭയുടെ മനോഹര പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒരു വേദഭാഗം ഇന്ന് ഈ പ്രബോധന ശുശ്രൂഷയുടെ സമാപന ദിനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. വളരെ സമഗ്രവും സമുഞ്ചസവുമായ അപ്പോസ്തോലിക സഭയുടെ പ്രവർത്തനത്തിന്റെ രത്നച്ചുരുക്കം അതാണ് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത്. പൗലോസ് സാക്ഷിക്കുന്നു, ഞാനും ബർന്നബാസും വിജാതിയരുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ പരിച്ഛേദനക്കാരുടെ ഇടയിൽ, എബ്രായക്കാരുടെ ഇടയിൽ, യഹൂദന്മാരുടെ ഇടയിൽ സഭയുടെ തൂണുകളായ യാക്കോബും കേഫാവും യോഹന്നാനും പ്രവർത്തിക്കുകയും അവർ ഞങ്ങളെ ഏറ്റവും അധികം സഹായിക്കുകയും ചെയ്തു. യെരൂശലേമിലെ സഭയുടെ മാതൃസഭയുടെ മനോഹരമായ ഒരു ചിത്രം പൗലോസ് അപ്പോസ്തലന്റെ സാക്ഷ്യത്തിലുണ്ട്. മാതൃസഭയായ യെരൂശലേമിന്റെ തൂണുകളായി നിലനിന്നത് ധന്യനായ പത്രോസ് ശ്ലീഹായും അതുപോലെ തന്നെ യാക്കോബ് ശ്ലീഹായും യോഹന്നാൻ അപ്പോസ്തലനുമാണ്. സഭയുടെ ചരിത്രം, സഭയുടെ ആരാധന, സഭയിലെ പ്രബോധന ശുശ്രൂഷ ഇത് സമാരംഭിക്കുന്നത് മാതൃസഭയായ യെരൂശലേമിന്റെ മനോഹര പാരമ്പര്യത്തിൽ നിന്നാണ്.